ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നമ്മളപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഇപ്പം സമയം എന്ന് പറഞ്ഞാൽ 5:30 ആയിട്ടുണ്ട്. 5:30 ആയപ്പോൾ തന്നെ നമ്മൾ റെഡി ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകണം. നമുക്ക് ഇവിടെ നിന്ന് ഒരു 20-25 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് നമ്മൾ ഇന്ന് ഓഗസ്റ്റ് 15 ഒരു റാലി ഉണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിരിക്കണം. അപ്പം ഞാനും അതുപോലെ തന്നെ ഈ വീട്ടിലെ ചേട്ടനും പിന്നെ എത്താനെന്ന് പറഞ്ഞ സാറും ഞങ്ങൾ 3 പേരും ഇവിടെ നിന്നേച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ 3 പേരുണ്ട്. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും സഞ്ജയ് സാറും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു 9 പേരുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ 3 പേരും കൂടി കൂട്ടിയിട്ട് 9 പേരും കൂടിയിട്ട് നമ്മൾ 25 കിലോമീറ്റർ അപ്പുറം പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവരും കൂടിയുള്ള ഒരു റാലിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഇനി റാലിയിൽ പരിപാടികളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം എന്തായാലും നല്ല അടിപൊളി ദിവസം തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ എല്ലാം റെഡി ആയിട്ട് ഇപ്പോൾ ഇവിടെ സഞ്ജയ് സാറും അതുപോലെ തന്നെ ബാക്കി ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പേരാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ ഉണ്ട്. 25 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് നമ്മൾ റാലിയിലുള്ള ബാക്കി ആൾക്കാരെല്ലാം ജോയിൻ ചെയ്യും. അവിടെ നിന്നാണ് റാലി സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കുള്ളൂ ഇന്നത്തെ ഒരു ദിവസം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ സൈക്കിൾ റാലിയുടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞാൽ 9 പേരാണ്. അപ്പോൾ 2 സഞ്ജയ് സാറും അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ ചേട്ടൻ, അതായത് നമ്മൾ നിന്ന വീട്ടിലെ ചേട്ടനാണ് ഫ്രണ്ടിൽ പോണത്. അതുപോലെ തന്നെ ഈ വരുന്ന പുള്ളിക്കാരനാണെങ്കിലും പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കണ്ട കേട്ടോ. കുറേ സ്റ്റേറ്റുകളെല്ലാം സൈക്കിളിന് കവർ ചെയ്ത ഒരാൾ തന്നെയാണ്. അതുപോലെ തന്നെ പുറകിൽ ഇട്ടാൻ സാറുണ്ട്. പിന്നെ വേറെ ഒരു 3 പേരും കൂടി നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ പോകണമെന്ന് പറഞ്ഞാലും ഇവിടെ നിന്ന് ഇനി ഏകദേശം ഒരു 20 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്ലബിൻ്റെ സ്ഥലത്തെത്തും. ആ ക്ലബിൻ്റെ അവിടെ നിന്നാണ് ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ജോയിൻ ചെയ്യണത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ പതാകയൊക്കെ ഉയർത്തിയിട്ട് സൈക്കിൾ റാലി തുടങ്ങണമായിരിക്കുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. സേവ് സോയിൽ. അങ്ങനെ ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. 7:30 ആയപ്പോഴേക്കും നമ്മൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട് പരിപാടികളുടെ സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മളുടെ 2 പേര് ഇപ്പോൾ മുമ്പിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ തന്നെ നമുക്ക് ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. ഇതാണ് സഞ്ജയ് സാറ്. സഞ്ജയ് സാറിന് 75 വയസ്സാണ് പ്രായം. പുള്ളി പോകണണ്ട. അതുപോലെ തന്നെ പുറകിൽ വന്ന ചേട്ടന്മാരാണെങ്കിലും എല്ലാവർക്കും നല്ല പ്രായമൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ പ്രായം ഉണ്ടെന്ന് മാത്രമല്ല, അവർ ഈ പ്രായത്തിലും അവരുടെ ഒരു ക്ലബ്ബൊക്കെ ഉണ്ട്. ക്ലബിനകത്ത് അവർ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഓരോ റാലിയും അതേപോലെ കുറേ ആക്ടിവിറ്റീസൊക്കെ സംഘടിപ്പിച്ചിട്ട് ചെറുപ്പക്കാരെയും കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവർ ഓരോ പരിപാടികളെല്ലാം നടത്തുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തന്നെയാണ്. കാരണം അവർ ഇത്രയും പ്രായത്തിലും ചെറുപ്പക്കാരെ പോലെ ആക്റ്റീവായിട്ട് ഓരോ പരിപാടികളെല്ലാം സംഘടിപ്പിക്കുമ്പോഴേക്കും അങ്ങനെ നമ്മൾ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും കേൾക്കണ ഈ സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ എല്ലായിടത്തും ഹാൻഡ്ലൂമിൻ്റെ ഇപ്പോൾ വീടുകളിലാണെങ്കിൽ എല്ലാവരും ഇതേപോലെ ഷെഡ് കെട്ടിയിട്ട് അതിനകത്ത് ഹാൻഡ്ലൂമിങ് ആണ്. അതായത് സാരിയും മുണ്ടും അതുപോലെയുള്ള എല്ലാം ഇവിടെ കൂടുതലായിട്ട് സാരി തന്നെയാണ്. ഇവിടെ ഹാൻഡ് മെയ്ഡ് സാരികളുണ്ട്, അത് ഇവിടെ ഫേമസ് ആണ്. അപ്പോൾ ഇവിടെ എല്ലാ വീട്ടിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണമെന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് തന്നെയാണ്. എല്ലാ വീട്ടുകാർക്കും അവരവരുടേതായിട്ടുള്ള ഒരു ഏരിയയിൽ അവർ തന്നെ ഷെഡൊക്കെ ഇട്ടിട്ട് അവിടെ ഹാൻഡ്ലൂമിൻ്റെ മെഷീനൊക്കെ വെച്ചിട്ട് അവിടെയാണ് അവർ വർക്ക് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ നമ്മൾ ആ വഴി വന്നപ്പോൾ കേട്ടത്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും കുറേ ഹാൻഡ്ലൂമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകണ ഒരു ചേട്ടൻ്റെ വീട്ടിലും അതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണാം. ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പ്രോട്ടോ വില്ലേജിലെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഹാൻഡ്ലൂം. അവിടെ പ്രോട്ടോ വില്ലേജിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ചുരുക്കം കുറച്ച് ആൾക്കാർ മാത്രമേ ചെയ്യണുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫേമസ് ആണ്. അതുമാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫുലിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ
ഇവിടെ ട്രഡീഷണലായിട്ട് ചെയ്യണമെന്ന് ഹാൻഡ്ലൂമാണ് കണ്ടോ. ടീഷർട്ട് കാണണമെന്നാണ് അത് നല്ലൊരു ഹാൻഡ്ലൂമിൻ്റെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ കേൾക്കണ ശബ്ദങ്ങളൊക്കെ ഇവിടെ കണ്ടോ, ഇവിടെ ഹാൻഡ്ലൂമാണ്. ഈ വഴി കാണുന്ന എല്ലാ വീടുകളുടെ ഇങ്ങനെ ഒരു ഷെഡ് കാണാൻ വേണ്ടി പറ്റും. അത് ഫുള്ള് ഹാൻഡ്ലൂമിൻ്റെ ആണ്. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും അത് വീടല്ല, വീട് ഇപ്പോൾ ഇതായിരിക്കും വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഹാൻഡ്ലൂം ഉണ്ടാവും. ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായി. രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി വഴി പോകാൻ നേരത്ത് നല്ല രസമാണ്. ഫുള്ള് ഇതേപോലെ ലൂമിൻ്റെ സൗണ്ടുകളായിരിക്കും. ഇപ്പോൾ ഓരോ ആൾക്കാർ തുടങ്ങി വന്നുള്ളൂ. ഇപ്പോൾ ഇവിടേക്കുള്ള ഒന്നും വർക്ക് തുടങ്ങിയിട്ടില്ല. അപ്പോൾ എല്ലായിടത്തും വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് ഈ ശബ്ദങ്ങൾ മാത്രമായിരിക്കുള്ളൂ. ചിക് 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 എന്ന് പറഞ്ഞിട്ട് നല്ല രസമാണ് കേൾക്കാനൊക്കെ. ഒരേ ടൂണിൽ അങ്ങനെ ഓരോ വീടുകൾ കഴിയുമ്പോൾ അടുത്തടുത്ത വീടുകളിൽ നിന്ന് ഇങ്ങനെ ശബ്ദം വന്നിട്ടിരിക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രാവിലെ ആൾക്കാർ തുടങ്ങി തന്നെയുള്ളൂ. മിക്കയിടത്തും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ചില സ്ഥലങ്ങളിൽ മാത്രമേ, വീടുകളിൽ മാത്രമേ അവർ രാവിലെ തന്നെ തുടങ്ങിയേക്കാൻ. അങ്ങനെ വെച്ചാൽ നമ്മൾ വന്ന് ഇപ്പോൾ പതാക ഉയർത്താനായിട്ടുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മളെ. അത് ഇവിടെയാണ് പതാക ഉയർത്തണം. അതുപോലെ തന്നെ കുറേ സൈക്ലിസ്റ്റുകളൊക്കെ നേരത്തെ തന്നെ വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവരെല്ലാം ഇവിടെ തന്നെ ഉള്ളവരാണ്. നമ്മളാണെങ്കിൽ ഇപ്പോൾ ഒരു 20 കിലോമീറ്റർ 20 കിലോമീറ്റർ പോയെന്നാണ്. അപ്പോൾ ഈ ബ്രോ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഈ ബ്രോ നമ്മളന്ന് പരിചയപ്പെട്ടാണ്. ഇപ്പോഴല്ല ഒരു റൺ. ഓക്കെ. അപ്പോൾ പുള്ളിക്കാരനെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ 2-3 ദിവസം മുമ്പ് പരിചയപ്പെട്ടാണ്. അപ്പോൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ BK ബൈസൈക്കിൾ കിക്ക്. അപ്പോൾ ഇതാണ് ക്ലബിൻ്റെ പേര്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും വന്നോളൂ കേട്ടോ. എല്ലാവരും എത്തിയിട്ടില്ല. പിന്നെയും കുറേ പേര് വരാണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കാനൊക്കെ ആണെങ്കിൽ നല്ല രസമാണ്, നല്ലൊരു ആംബിയൻസാണ് കാണാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് നേരെ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും വരുമ്പോഴേക്കും. मेरा नाम तापस पाल है. ये भाई के साथ मिलकर बहुत अच्छा लगा. ഓ താങ്ക് യു. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും ഭയങ്കര കമ്പനിയുണ്ട്. പുലിയേലാണ് നമ്മൾ എത്തിയേക്കണേ. ഇനി ഇവിടെ നിന്ന് കിतना കിലോമീറ്റർ റാലിയെ മാലുമേ? 35 കിലോമീറ്റർ. അപ്പോൾ ഇനി 35 കിലോമീറ്ററിൻ്റെ റാലിയാണ്. നമ്മളിനി ഇവിടെ നിന്ന് തുടങ്ങാൻ വേണ്ടി പോകണുള്ളൂ. ഫ്ലെക്സ് ഒക്കെ അടിച്ച് കുറച്ച് പേരും കൂടി വരാണ്ട്. അങ്ങനെ നമുക്കിപ്പോൾ ഇവരുടെ ക്ലബിൻ്റെ ടീഷർട്ടൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് എല്ലാവരും ഒരേപോലത്തെ ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് റാലി തുടങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മന്ദിരമുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് ഈ മന്ദിരം കാണാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ ഇതൊരു ഹനുമാൻ മന്ദിരമാണ്. അതുപോലെ തന്നെ ബാക്കി എല്ലാവരും അവിടെ കാണാം. അവിടെ ഉണ്ട്, എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കണേന്. അപ്പോൾ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞിട്ടാണ് നമ്മൾ റാലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഓ ബംഗാൾ में क्या बोलो? स्वाधीनता दिवस. स्वाधीनता दिवस. അപ്പോൾ സ്വാധീനോത്സവ ദിവസ് എല്ലാവർക്കും, അതായത് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് നമ്മൾ ബംഗാളിൽ പറയണതാണ്. അപ്പോൾ നമ്മുടെ ചെറിയ സൈക്കിളിൻ്റെ ഇടയിൽ കുട്ടൂസനും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പതാക ഉയർത്താൻ വേണ്ടി പോകണതാണ്. പതാക ഉയർത്താനായിട്ട് ഇപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി പതാക ഉയർത്തി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനി ഇവിടെ നിന്ന് സൈക്കിൾ റാലി തുടങ്ങാനായിട്ട്. നമ്മൾ ഫ്ലാഗ് ഓഫ്
അപ്പോൾ നമ്മളിവിടെ വേറൊരു ചേട്ടനും കൂടി കൂടിയിട്ടുണ്ട്. ഇവിടെ തന്നെയുള്ളതാണ്, ഈ ക്ലബിലുള്ള ചേട്ടനാണ്. ആ ചേട്ടൻ എന്ന് പറഞ്ഞാൽ റണ്ണിങ് ആണ്. അപ്പോൾ ആ ചേട്ടൻ നമ്മളിപ്പം സൈക്കിൾ റാലിയുടെ ഒപ്പം ഓടിയാണ് വന്നുകൊണ്ടിരിക്കണത്. 35 കിലോമീറ്റർ പുള്ളിക്കാരൻ ഓടിയിട്ട് আনন্দবাজার সামনে রয়েছে, তুই কি করছিস? হ্যাঁ আনন্দবাজার अखिल कैसा लगा? अच्छा है। अच्छा है, अच्छा ठीक है, अच्छा है। അപ്പോൾ നമ്മൾ ഗ്രാമങ്ങളുടെ ഉള്ളിലെ വഴികളിലൂടെയൊക്കെ സൈക്കിൾ റാലി നടത്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എന്തായാലും വളരെ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതേപോലെയുള്ള യാത്രകളിൽ ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് നമ്മൾ ഓരോ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ടും കാണാത്ത കുറേ വേറെ ഗ്രാമത്തിലൂടെയൊക്കെയുള്ള വഴികളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുറകെ നോക്കിയാൽ കാണാം, ഇനിയും ഉണ്ട് കുറേ പേര് വരാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്ത് നിർത്തിയിട്ടൊക്കെയാണ് നമ്മൾ യാത്ര. আনন্দ পাচ্ছি, হ্যাঁ আনন্দের মন ভরে গেছে। এতগুলো বন্ধুর সঙ্গে যাওয়া এইটাই বলবো আর কি, যে আমাদের একটা আনন্দের দিন আজকে কাটাচ্ছি। അപ്പോൾ ഇതാണ് സഞ്ജയ് സാറ്. സഞ്ജയ് സാറ് হ্যাঁ 30 থেকে 35 জন হবে। ഡോക്ടറാണ്, അതായത് ഹോമിയോപ്പത്തിക് ഡോക്ടറാണ് പുള്ളിക്ക്. ഇപ്പോൾ നമ്മളൊരു 25 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. ഇപ്പോൾ സൈക്കിൾ റാലി എന്ന് പറഞ്ഞാൽ ഏകദേശം 35 കിലോമീറ്ററാണ് ഇവർ പ്ലാൻ ചെയ്തേക്കുന്ന റൂട്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് 25 കിലോമീറ്റർ സൈക്കിൾ ചെയ്ത് നമ്മൾ കൃഷ്ണനഗറിലെത്തണം. അവിടെ നിന്ന് വൈകുന്നേരം അടുത്തൊരു സൈക്കിൾ റാലിയും കൂടി ഉണ്ട്. അപ്പോൾ ഈ റാലിക്ക് എല്ലാത്തിലും സഞ്ജയ് സാറും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ സഞ്ജയ് സാറിൻ്റെ പ്രായത്തിൽ ഇത്രയും ഒരു ദിവസം എന്ന് പറഞ്ഞാൽ, അതും നമ്മുടെ പോലെ തന്നെ ബംഗ്ലാ സൈക്കിളിൽ 100 കിലോമീറ്റർ ഒക്കെ ഒരു ദിവസം. One by one. All around India behind. സൂപ്പർ. Hard luggage, heavy luggage, cycle. ഹായ്. അപ്പോൾ നമ്മളെ സൈക്കിൾ റാലിയും ഇവിടുത്തെ വേറൊരു പദയാത്ര തമ്മിൽ ബ്ലോക്കായി. ഇവിടെ നല്ല എല്ലാ ജംഗ്ഷനിലും നല്ല കുറേ ആഘോഷങ്ങളാണ് കേട്ടോ. ആ നമ്മൾ വേറൊരു ബാബിനെ കൂടി കാണിച്ചു തരാം. Vande Mataram. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം.
ഹായ്. അങ്ങനെ നമ്മൾ രാവിലെ വന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ആക്സിഡൻറ്റിനെ തുടർന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഹൈവേയിൽ എല്ലാ വണ്ടിയും തടഞ്ഞു നിർത്തിയിട്ട് ഇതിപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 12 മണിയൊക്കെ ആയിട്ടുണ്ട്. 12 മണിയൊക്കെ ആയിട്ട് ഒറ്റ വണ്ടി വിട്ടിട്ടില്ല. അപ്പോൾ എന്തോ സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻറ്റ് തന്നെയായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഉണ്ടല്ലോ, ഏകദേശം ഒരു 2-3 കിലോമീറ്റർ അടുത്ത് വണ്ടികൾ ഇപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് ആവാറായിട്ടും അവർ വണ്ടി ഇട്ടിട്ടില്ല. വണ്ടിക്കാർക്ക് പോകാനായിട്ടുള്ള ഒരു മാർഗ്ഗമില്ലാത്തൊരവസ്ഥയിലാണ് എല്ലാ ലോറിക്കാരും ഇങ്ങനെ നടക്കുന്നത്. ഇപ്പം എന്താ സംഭവം എന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല. നമുക്ക് എന്തായാലും പോകുമ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലൊന്നും ചോദിക്കാം. അപ്പോൾ മൊത്തം വണ്ടികളെല്ലാം ബ്ലോക്ക് ആക്കിയിട്ടേക്കണേ. പോലീസെല്ലാം വന്നിട്ടുണ്ട്. കണ്ടോ? এইরকম জায়গাগুলো স্বাভাবিক যে জেব্রা ক্রসিং দিয়ে রোড করা হয়, অ্যাক্সিডেন্টটা বেশি ঘটে। কিন্তু এই রাস্তাটা বহু প্রায় 24 ആൾക്കാർ റോഡ് ക്രോസ് ചെയ്തപ്പോഴേക്കും ഇവിടെ ആക്സിഡൻ്റ് ആയി തുടർന്നിട്ട് ആള് മരിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി വന്നിട്ട് റോഡ് പ്രതിഷേധമാണ്. ഇനിയിപ്പോൾ എന്തായാലും ആ ലോറിക്കാർക്ക് ഇപ്പോഴൊന്നും പോകാൻ പറ്റുന്നില്ല. അവർക്കിനി എന്ത് വന്നാലും വൈകുന്നേരം ആയാലേ ഇത്ര ഏകദേശം ഒരു 3-5 കിലോമീറ്ററിൻ്റെ അപ്പുറത്തോട്ട് ഫുള്ള് ലോറിക്കാർ ബ്ലോക്കായി കിടക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഓരോ വണ്ടികളൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. അത് കാരണം അങ്ങോട്ട് നീങ്ങിയിട്ട് ലോറികളെല്ലാം അവിടെ കിടക്കണത്. കുറേ എണ്ണങ്ങളില്ല, തിരിച്ചെല്ലാം പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ സൈക്ലിങ്ങിൻ്റെയൊക്കെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു ശിവൻ്റെ മന്ദിരമുണ്ട്. അതെന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഭയങ്കര കുറേ പഴക്കമുണ്ട്. അതായത് പഴയ രാജാവിൻ്റെ കാലത്ത് പണിതൊരു അമ്പലമുണ്ട്. അപ്പോൾ അതിലെല്ലാം നമുക്ക് അവിടെ എല്ലാം പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നേരെ വന്നിട്ട് കുളിക്കാനായിട്ടുള്ള കൊളോണി കാണാം. അത് കാണാനായിട്ട് നല്ല രസമുണ്ട്. അവിടെയായിട്ടാണ് കുളക്കടവ് വന്നത്. അത് നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോയി കാണാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇരിക്കാനായിട്ട് വലിയൊരു പേരാലുണ്ട്. നല്ല രസമുണ്ട്. ഇതിൻ്റെ അടിയിൽ വന്നിരിക്കാനാണെങ്കിലും നല്ലൊരു ആംബിയൻസാണ്. നമുക്ക് ആ കുളമൊക്കെ കണ്ടിട്ട്. കുളമല്ല ഇത് നദിയാണ്. അപ്പോൾ റിവർ ഏനാ थोड़ा सा झील small pond, big pond. ലേക്ക് ഏനാ Lake, that's like lake. അപ്പോൾ അത് ലേക്ക് തന്നെയാണ്, റിവർ അല്ല. ഞാൻ പെട്ടെന്ന് നീട്ടം കണ്ടപ്പോഴേക്കും റിവറാണെന്ന് വിചാരിച്ച്. ഇവിടെ നിന്ന് അങ്ങനെ ഇവിടെ ഇരിക്കാനാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോൾ നടുക്കായിട്ട് അവിടെ ഇട്ടൊരു വഞ്ചിയൊക്കെ കാണാം. നല്ലൊരു കുടിലൊക്കെ കെട്ടി ഒരു വഞ്ചി. അതുപോലെ തന്നെ ചുറ്റിനിരിക്കാൻ നേരത്തുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ലൊരു തണലത്ത് തന്നെ നമുക്കിങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു ഏരിയയാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ കാണുന്നതാണ് ആ ശിവൻ്റെ പഴയ ഒരു മന്ദിരമാണ്. നല്ല രസമുണ്ട് ആ മന്ദിരം കാണാനായിട്ട്. നമുക്കപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ നേരത്ത് അവിടുത്തെ എന്തായാലും കണ്ടിട്ട് പോവാം. അതുപോലെ തന്നെ ഇവിടെയാണ് കുളിക്കടവ് വരുന്നത്. നമുക്കിവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. നമ്മളപ്പോൾ കുട്ടൂസനൊക്കെ കൊണ്ടുവന്നിട്ട് നേരെ കടവിൻ്റെ സൈഡിൽ തന്നെയാണ് വെച്ചേക്കണം. ഇവിടെ കുറേ പേരിങ്ങനെ കുളിക്കണൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ സൈക്കിൾ റാലിക്ക് വന്ന എല്ലാവരും കൂടി ഇപ്പോൾ കുളക്കടവിൻ്റെ സൈഡിൽ തന്നെ വന്ന് ഒരു തണലത്തിരുന്നിട്ട് ഇനി ഭക്ഷണമൊക്കെ കഴിക്കണം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഇന്നത്തെ സൈക്കിൾ റാലിനെ കുറിച്ചിട്ട് ഓരോ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഇതൊക്കെ വേണ്ടിയിട്ട് ഒരു മൈക്ക് പോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ആൾക്കാർക്ക് വന്ന് നിൽക്കാനായിട്ടുള്ള പൊസിഷനാണ്. അപ്പോൾ ഓരോ ആൾക്കാർ വന്നിട്ട് അവരവരുടെ എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസം തന്നെയായിരുന്നു. കുറേ നമുക്ക് കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റി, കുറേ കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ കുറേ കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞു തന്ന്
പിന്നെ അതുമല്ല നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇന്ന് ഓഗസ്റ്റ് 15th ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു, കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുന്നു എന്ന് മാത്രമല്ലാണ്ട് ഇതേപോലെയുള്ള ഒരു പരിപാടിയിൽ നമുക്ക് വന്ന് ചേരാൻ വേണ്ടി പറ്റൂലായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരെ പരിചയപ്പെട്ടുകൊണ്ടിട്ട് നമുക്ക് নল্লুর উপহার মানে রাঘবেশ্বর মন্দির আমাদের থেকে 18 কিলোমিটার, আর কৃষ্ণনগর থেকে যারা এসছে মাঝামাঝি পড়ে। যারা অনেক দূর থেকে এসছে, মানে সবচেয়ে দূর থেকে যে এসছে সে আগে বলবে, তাই তো? যারা বয়স্ক আছেন বা যাদের দেখে আমরা অনুপ্রাণিত হই, তারা কিছু কিছু কথা রাখবেন, সেগুলো আমরা শুনবো। তো আমাদের এখানে আছেন সুদূর বিলাসপুর থেকে আসা আমাদের ইথান বাবু, যাকে ইউরোপ কান্ট্রিতে চেনেন। ওর বক্তব্য রাখলাম। അപ്പോൾ നമ്മൾ എന്നോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഹിന്ദിയിലൊക്കെ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞായിരുന്നു. আর দুটো তিনটে জেলা বোধহয় বাকি আছে, তো তারপরে পশ্চিমবঙ্গ পুরো সাইকেল ঘোরা কমপ্লিট হয়ে যাবে। তো আজকে এখন দ্বিতীয়বার বলবেন আমাদের নিরঞ্জন কুমার সাউ। সবাই হাততালি দিও। ও দ্বিতীয় জন না ধরতে হবে না। আমি নিরঞ্জন সাউ, কাঁচাপাড়া থেকে থাকি। আমার ছোটোবেলা থেকে বন্ধু হিসাবে তিনটে জিনিস ছিল, ঘড়ি, সাইকেল আর রেডিও। তখন তো এই টেপ ফেপ এইসব তো ছিল না, এই গান শুনতাম, শুনতে খুব ভালো লাগে। আর ঘড়িটা হচ্ছে আমার টাইমটা দেখিয়ে যায়, আর সাইকেল এখন দুটো ছেড়ে দিয়েছি, ঘড়িটা ছেড়ে দিয়েছি আর গানটাও ছেড়ে দিয়েছি। এখন আমার সাইকেল, একমাত্র আমার বন্ধু হচ্ছে সাইকেল, যে আমার এক জায়গা থেকে আরেক জায়গায় নিয়ে যায়। এত পরিবার, এই কারোর সাথে 1 বছর আগে পর্যন্ত কাউকে আমি চিনতাম না, এই সাইকেল আমাকে সবাইকে চিনিয়ে দিল, পরিচয় করে দিল। এই সাইকেলের দৌলতে আমি অনেক কিছু করেছি। কমার জন্য সাইকেল থেকে আবার ঝুঁকি নিলাম। এর মধ্যে আমার একটা স্পন্ডাইলাইসিসের L4 L5 একটা ব্যথা ছিল। এই সাইকেল চালিয়ে গেলে এই আমার ইয়েটা ঠিক হলো। প্লাস আমার প্রেসার ছিল। প্রেসার এই যে ডিসেম্বর মাসে আমি নর্থ বেঙ্গলে গেলাম, ডুয়ার্স পর্যন্ত সাইকেল নিয়ে। যাওয়ার সময় রায়গঞ্জে একটা জায়গায় একটা এনজিওর কাছে আমরা নাইট স্টে করেছিলাম। ওইখানে নেশা মুক্ত একটা সংস্থা ছিল, ওই সংস্থা এনজিওর কাছে আমরা নাইট করলাম। ওইখানে একটা ডাক্তার, গাড়ি আবিষ্কার হতো না, আর আমরা লং ডিস্টেন্স এত তাড়াতাড়ি কভার করতে পারতাম না। 2 চাকার গুরুত্ব অনেক বেশি। তো একটা জানতে হবে, 2 চাকায় দুনিয়া বলে একটা বই আছে। আমি অন্যভাবে বলছি, এই 2 চাকায় দুনিয়া যারা এরকম ঘুরে ঘুরে বেড়ায় তাদের ওই বইটা পড়া উচিত। এটা আমার অনুরোধ, একটু পড়ে দেখা উচিত। 2 চাকায় দুনিয়া, বিমল বিশ্বাস আর ঘোষ, এরকম একটা কিছু, আমার নাম মনে নেই। ওই ইয়েতে গিয়ে থাকলাম দুর্গাপুর কালীবাড়িতে। ওখান থেকে বেরিয়ে গেলাম, যে এরকম রাস্তার ধারে থাকতে বেরিয়ে চলে গেলাম এক জায়গায়। এরকম রাস্তার ধারে এক মন্দিরে ঢুকলাম, সেখানে খাওয়া দাওয়া করলাম, আবার চললাম, গিয়ে ওদিকে মধুবন গেলাম, ওদিক থেকে আবার এইরকম চারিদিকে ঘুরতে। না সে তো হবেই না। আপনার যন্ত্র সচল আছে, আপনার জয়েন্ট মোবিলিটি ভালো আছে, তা আপনি ভালো থাকবেনই, তো এটা স্বাভাবিক ব্যাপার। এই তো এদিনকেও বউকে নিয়ে ওই ভ্যান রিক্সা নিয়ে নাম নিয়ে উচ্চারণ মানে অসম্মান করা নয়, তো ওনার সম্মান আমাদের কাছে সবসময় মাথায়। চলো শুনি। সাইকেল ভ্রমণে তো অনেক দিক, এখানে সাইকেল নিয়ে আমরা এসেছি, সাইকেল নিয়ে একটু কথা বলবো। নিশ্চয়ই। আমি জিজ্ঞেস করলাম, আপনি সাইকেল চালিয়ে কী পেয়েছেন? বললো যে কী হয়, সাইকেল চালিয়ে লাভ কী? উনি একটা কথা বললেন আমাকে, টেনশন ফ্রি হওয়া যায়। আচ্ছা, তা কথাটা নিশ্চয়ই একদমই ঠিক কথা। চন্দন যেটা বলে গেল, যে আত্মবিশ্বাস বাড়ে, এটা আরেকটা দিক, আত্মবিশ্বাস বাড়ে। নিশ্চয়ই। আর যারা চালায়, আমি অন্তত নিজের শরীর দিয়ে বলছি, শরীর স্বাস্থ্য ভালো থাকে। এটা তো কমন ব্যাপার। আচ্ছা, এটা কমন ব্যাপার। তাহলে একটা সাইকেল চালানোতে আমরা কত রকম ফল পাচ্ছি। নিশ্চয়ই। তা আত্মবিশ্বাস বাড়ার নিয়ে আমি একটা ছোট্ট, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഓഫ് റോഡ് വണ്ടി വന്നതാണ്.
അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ചിറങ്ങാനാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരത്താണ് നേരെ അമ്പലം കാണാം. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അമ്പലം കാണാം. പഴയ അമ്പലമാണ്, കുറേ പഴക്കമുണ്ട്. ഇവിടുത്തെ രാജാവിൻ്റെ കാലത്തെ അമ്പലമാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് അകത്ത് കയറിയിട്ട് হ্যালো അങ്ങനെ നമ്മൾ മന്ദിറിൻ്റെ ഉള്ളിലോട്ട് എല്ലാവരും സൈക്കിളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ നമ്മൾ മന്ദിറിൻ്റെ ഉള്ളിൽ കയറി നമ്മുടെ കുട്ടൂസനും അതുപോലെ തന്നെ ബാക്കിയുള്ള സൈക്കിളുകളെല്ലാം ഇപ്പോൾ 2 സൈഡിലായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടൂസൻ വന്നിരിക്കണുണ്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ മന്ദിറിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമുക്ക് നേരെ തിരിച്ച് ആചാൻ്റെ വീട്ടിൽ പോകണം. ഇനി വൈകുന്നേരം ഒരു സൈക്കിൾ റാലിയും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ശിവമന്ദിറാണ്. അകത്ത് ശിവൻ്റെ ഒരു ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠയാണ്. ধন্যবাদ। അങ്ങനെ നമ്മൾ റാലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി കുളിച്ച് റെഡിയായെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ 5 മണിക്ക് നമുക്ക് അടുത്തൊരു റാലി ഉണ്ട്. ഇപ്പോൾ സമയം 1 ഏകദേശം 4:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് നേരെ അടുത്ത വൈകുന്നേരം അധികം പോകാനൊന്നുമില്ല, കൃഷ്ണനഗർ തന്നെയാണ്. ഏകദേശം ഒരു 5 കിലോമീറ്ററൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയിട്ട് ഇനി നമ്മൾ രാത്രിയായിരിക്കും തിരിച്ച് ഇവിടെ എത്തണം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത റാലിക്ക് പോവാം. അങ്ങനെ ഇപ്പോൾ സമയം 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വൈകിട്ടത്തെ റാലി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഒരു പുള്ളിക്കാരൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മോനുണ്ട്. അപ്പോൾ ആ മോനെന്ന് പറഞ്ഞാൽ ഭയങ്കര സൈക്കിളിനോടൊക്കെ ക്രേസുള്ള ചെക്കനാണ്. അപ്പോൾ ആ ചെക്കനെ കൊണ്ടിട്ട് റാലി പോലെ ഓഗസ്റ്റ് 15 ആയതുകൊണ്ടിട്ട് ഇവിടുത്തെ കൃഷ്ണനഗർ സിറ്റി ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയേക്കണേ. അപ്പോൾ ബാക്കിൽ നമ്മൾ 2 ചേട്ടന്മാരുണ്ട്. അങ്ങനെ ഫ്രണ്ടിൽ ചെക്കനുണ്ട്. ചെക്കൻ്റെ പേരെന്ന് പറഞ്ഞാൽ റഹാൻ എന്നാണ്. റഹാനുണ്ട്, പിന്നെ ഇത്താൻ എന്ന് പറഞ്ഞ സാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കണ സ്റ്റേ എന്ന് പറഞ്ഞാൽ ആച്ചൻ്റെ വീട്ടില നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ കൃഷ്ണനഗർ സിറ്റിയാണ്, മെയിൻ സിറ്റി. കൃഷ്ണനഗറിൻ്റെ ഉള്ളിലെ ഓരോ വഴികളിലൂടെ നമ്മളിപ്പോൾ സൈക്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം ഇവിടെ നിന്നൊരു 10 തൊട്ട് 15 കിലോമീറ്റർ വരെ പോയിട്ട് തിരിച്ച് ഈ ചെക്കനെ കൊണ്ടുവന്ന് വീട്ടിലാക്കിയിട്ട് വേണം നമ്മൾക്ക് സഞ്ജയ് സാറിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ അടിപൊളി തന്നെയായിരുന്നു. ഓഗസ്റ്റ് 15 നമുക്ക് കുറേ എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ യാത്രയിൽ കിട്ടിക്കൊണ്ടിരുന്ന വെച്ചാൽ. കുറേ ആൾക്കാരെ പരിചയപ്പെട്ട് എല്ലാവരും നമ്മൾ അവരുടെ വീട്ടിലോട്ടൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയമൊന്നുമില്ല. എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴൊക്കെ നമുക്ക് അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് അവരെയും ഇനി മീറ്റ് ചെയ്യാം. എല്ലാവരും നമ്മുടെ നമ്പറൊക്കെ മേടിച്ച് വാട്സാപ്പിലൊക്കെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഒരു ദിവസം തന്നെ. കുറേ കോണ്ടാക്റ്റുകളാണ് നമുക്ക് വെസ്റ്റ് ബംഗാൾ കയറിയപ്പോൾ ഇവർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെക്കൻ ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ. ചെക്കൻ വളരെ സ്മാർട്ടായിട്ട് പിത്താൻ സാറിന് ഇന്നലെയാണ് പരിചയപ്പെട്ടെങ്കിൽ പോലും ചെക്കൻ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇത്താൻ സാറിന്. അപ്പം ഇത്താൻ സാറും ചെക്കനും ഇപ്പോൾ ഒരേപോലത്തെ സൈക്കിളായി, 2 പേരുടെ കുട്ടി സൈക്കിള്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടൂസനാണ്. കുട്ടൂസൻ്റെ പോക്കത്തുനിന്ന് യാത്ര ചെയ്യാറുള്ളൂ. പിന്നെ ഫ്രണ്ടിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അച്ഛന് കുറേ സൈക്കിളുണ്ട്. അപ്പോൾ ഇന്ന് ആ ചേട്ടൻ ലേഡി ബേർഡ് എടുത്തിട്ടാണ് ഇറങ്ങിയേക്കണം, ഫ്ലാഗൊക്കെ വെച്ചിട്ട്.
അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒരു ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ചെക്കൻ്റെ ഫാദർ ഇവിടെ ഉണ്ട്. ആ പുള്ളിക്കാരൻ അപ്പുറത്ത് കോളേജിൽ ഇപ്പോൾ ഒരു ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട് ഫുട്ബോളിൻ്റെ. അപ്പോൾ അവിടെയാണ്. അവിടുന്ന് നമ്മളിപ്പോൾ അവിടെ പോയിട്ട് അവരെയൊക്കെ കണ്ട് സംസാരിച്ച് കുറേ ആൾക്കാരെ നമ്മൾക്ക് പരിചയപ്പെടാൻ പറ്റി. അവരെയൊക്കെ പരിചയപ്പെട്ടിട്ട് നമ്മളിപ്പോൾ തിരിച്ച് തൊട്ട് ഇപ്പുറത്തുള്ള ഗ്രൗണ്ടിൽ വന്നു. ഇവിടെയാണെങ്കിൽ നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ ആ ഭാഗത്താണെങ്കിൽ അവിടെ വോളിബോൾ കളിയും അതുപോലെ തന്നെ കുറേ ആൾക്കാർ വിശ്രമിക്കാൻ വേണ്ടി വന്നിരിക്കണം. കുറേ ആൾക്കാർ വാക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. സർക്കിൾ അടിച്ച് ഇങ്ങനെ ഒരു റോഡ് കൊണ്ട് അപ്പോൾ വാക്കിംഗ് ഉണ്ട്. ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. 1 2 3 4 സെറ്റായിട്ട് അവിടെ ഇവിടെ ആയിട്ട് ക്രിക്കറ്റ് കളിയും കാണാം. നല്ല രസമുണ്ട് ഈ ഗ്രൗണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ വന്നേക്കണമെന്ന് പറഞ്ഞാൽ ഇത്രയും പേരാണ്. അപ്പോൾ നമ്മളിനി ഇവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് അപ്പോഴേക്കും പയ്യൻ്റെ ഫാദർ വരും. അപ്പോൾ പയ്യൻ്റെ ഫാദറിനെയൊക്കെ നമുക്ക് പരിചയപ്പെട്ടിട്ട് ഇനി അടുത്ത കുറച്ചും കൂടി ഇവിടുന്ന് സൈക്കിൾ ചവിട്ടി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സഞ്ജയ് സാറിൻ്റെ വീട്ടിലേക്ക് പോണത്. അങ്ങനെ നമ്മൾ സഞ്ജയ് സാറും പിന്നെ അതുപോലെ തന്നെ ഈ ചേട്ടനൊക്കെ വരില്ല എന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ വീട്ടിൽ പോയിട്ട് മീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. അപ്പോൾ അവർ ഇപ്പോൾ സൈക്കിൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. സഞ്ജയ് സാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റാലിയിൽ രാവിലെ ഉണ്ടായ ചേട്ടനാണത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സൈക്കിൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. കുട്ടൂസിൻ്റെ കോട്ടേൻ്റെ ഉള്ളിലൊരു സേവ്സ് ഓയിൽ എന്ന് പറഞ്ഞാൽ ബോർഡൊക്കെ വന്നിട്ടുണ്ട്. കുട്ടൂസനാണ് നടുക്കിക്കണം. ഒരു ഉത്സവ പറമ്പിലൊക്കെ ഇരിക്കണം പോലെ ഉണ്ട്. 1 2 3 4 1 2 3 4 ഇല്ല 2 എണ്ണം കൊണ്ട് നടുക്കി. അപ്പോൾ കുട്ടൂസനും അതുപോലെ തന്നെ കുട്ടിക്കൊമ്പനും നടുക്കാണ്. വീണ്ടും അവിടെ സൈക്കിൾ എടുത്തിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കാണുന്നത്. നല്ല രസമുണ്ട് ഈ ബിൽഡിങ് കാണാനായിട്ട്. അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു കോംപ്ലക്സ് ആണ്. ഇങ്ങനെ ഒരേപോലത്തെ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഒറ്റ ബിൽഡിങ് തന്നെയാണ്. ഓരോരോ ഷട്ടർ താഴെയും അതുപോലെ തന്നെ മേളിൽ ഫുള്ള് ഷട്ടറായിട്ട്. റോഡിൻ്റെ വളവ് കഴിഞ്ഞിട്ടും ബിൽഡിങ് തന്നെയാണ്. അപ്പോൾ സഞ്ജയ് സാറ് റാൻ എല്ലാവരും കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കണതാണ്. അപ്പോൾ ബിൽഡിങ്ങും ആയിട്ടാണെങ്കിലും നല്ല രസമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സൈക്കിളോട്ട് ഇപ്പോൾ ഒരു ജംഗ്ഷനിൽ എത്തിയപ്പോഴേക്കും നല്ല രസമുണ്ട് ഒരു ക്ലോക്ക് ടവർ കാണാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻസ് ഡേ പരിപാടി നടക്കുന്നുണ്ട്. നമ്മളിങ്ങോട്ടേക്കാണ്. അത് നമ്മളിപ്പോൾ എത്തിയ സ്ഥലം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ റോഡായിരുന്നു. ആ റോട്ടിൽ കൂടി വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ലോപ്പ് കയറിയിട്ട് ഇവിടെ എല്ലാ ആൾക്കാരെല്ലാം വണ്ടിയെല്ലാം നല്ല ഒതുക്കി ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടൂസനെ കൊണ്ടുവന്ന് കുട്ടൂസനെ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ച്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു എൻട്രി ഒക്കെ കാണാം. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നേരെ അവിടെ എന്താ സംഭവം നോക്കട്ടെ. ഐ ലവ് കൃഷ്ണനഗർ. അപ്പോൾ അവിടെ നിന്ന് അങ്ങാടി കയറിയിട്ട് നമുക്ക് അവിടുത്തെ പാർക്ക് പോലെ റെഡിയാക്കിയേക്കണം ചെറിയ. അപ്പോൾ അവിടെ കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. വിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. അല്ലാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ നേരെ അഭിജായം. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ കുട്ടൂസനെ എടുത്തിട്ട് നേരെ ഒറ്റ ഇറക്കി ഇങ്ങനെ പോവാം നേരെ അറ്റത്ത്. അപ്പോൾ ഈ കാണുന്നത് ഒരു റിവറാണ് കേട്ടോ. ജലങ്കി എന്ന് പറഞ്ഞ റിവറാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കൂടി കാണുന്നത്. ഇപ്പോൾ എന്തായാലും നല്ല രസമുണ്ട്. ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റും കുറേ ഏരിയകൾ. ഇപ്പോൾ കൃഷ്ണനഗർ കാണാം. കൃഷ്ണനഗർ നല്ലൊരു സിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ കല്യാണി ആണെങ്കിൽ കല്യാണിയുമ്പോൾ നല്ല സിറ്റി തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ വാട്ടർ ഡാൻസാണ്. നമ്മൾ ഇപ്പോൾ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയൊരു പാർക്ക് സെറ്റപ്പാണ് പണിത് വെച്ചേക്കണം. അത് നല്ല രീതിയിൽ തന്നെ ഉണ്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആദ്യം കണ്ടപ്പോഴേക്കും എന്തോ റെസ്റ്റോറൻ്റ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ
ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ഫോട്ടോ ഒരു 2 വിങ്സ് ഒക്കെ വെച്ചിട്ട്, അപ്പോൾ നമുക്ക് നടക്കുന്ന ഫോട്ടോ ഒക്കെ എടുക്കാം. ലൈറ്റിംഗ് എല്ലാം നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പിന്നെ വാക്ക് വേ കൂടി നടക്കാൻ ഇറക്കുന്ന പറഞ്ഞാൽ ഇവിടെ ഒരു വാട്ടർ ഡാൻസിങ് ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ ഓഫാണ്. അപ്പോൾ നേരെ അറ്റത്ത് वाटर सर्कुलेट होता है अभी नहीं अभी बोलो ये है मंदिर नहीं, एक शो, इसके अंदर फोटो तोड़ सकते हो. फोटो আরে দোলনায় আমরা চড়তে পারবো না নাকি? അപ്പോൾ കിഡ്സ് ഏരിയ ആണ് മൊത്തത്തിൽ. അതുപോലെ തന്നെ ബാക്കിൽ കഫേ ഉണ്ട്, അപ്പോൾ അവിടെ നമുക്ക് ഫുഡൊക്കെ മേടിച്ച് കഴിക്കാനൊക്കെ പറ്റും. তাহলে এত সুন্দর পার্ক আমাদেরও চড়তে দেবে? রুকো রেহান কা അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കണം. അപ്പോൾ ഈ വീഡിയോ ആണ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ.